അപ്പൊ പിന്നെ റോഡസിനെ കൊണ്ടുവന്നല്ലോ. അതിനയാൾ മറുപടി പറയാണ്, അതിപ്പോ ഒരാളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ആളെ നല്ലതല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അയാൾ അങ്ങനെ ഒരു ഖുത്ബ ഓതുനാണ് എന്നിപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിഞ്ഞിട്ടില്ലേലോ. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? കേട്ടോളൂ, മറുപടി വലിയ രസമുള്ള മറുപടിയാ. വെച്ചോ. അതിനു മുമ്പ് ലോകത്തെവിടെയും ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്ന പതിവ് ഇല്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ ലിത്തിബാഇ സലഫി വൽ ഖൽഫി എന്ന് പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ അറിവില്ലാത്ത ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ അവര് കൂടുതൽ വിവരമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചു പോയി എന്നതിനാൽ അത് ചൂണ്ടിക്കാണിച്ച് സുബ്ഹാനല്ലാഹ് ഖുത്ബ ലോകത്തൊട്ടാകെ അറബിയല്ലാത്ത ഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരാളെ പറ്റി നല്ലതേ വിചാരിക്കാൻ പാടില്ല. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അതായി കണ്ട ഒരാൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവില്ലല്ലോ. അല്ലാത്ത ജസ്സൂന്നല്ലേ ഖുർആൻ പറഞ്ഞത്, ചുഴന്നന്വേഷിക്കരുത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ച് പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഏതോ സമയത്തോ ഏതോ ദിവസമോ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചു പോയ ഒരാളെ നമ്മൾ ഏതെങ്കിലും സ്റ്റേജിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം ഖുത്ബ അറബിയിൽ ഒന്ന ആളല്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ല കൊണ്ടുവന്ന് പിന്നെ കുറെ ദിവസം കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത്. അപ്പോഴേക്ക് പിന്നെ ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമൊക്കെ മാറ്റിയിരിക്കുന്നു സുന്നികള് എന്ന് പറയുന്ന കബളിപ്പിക്കുന്ന കക്ഷികളെ കാണാം. അത് വഞ്ചനയാണ്, കബളിപ്പിക്കലാണ്. അപ്പൊ അത് ശരിയല്ല അറിഞ്ഞ ആളാണ് ഇപ്പൊ ദജ്ജാല്. എന്തൊരു മറിമായാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് 4 കോടിയാണ് തൃശ്ശൂരിലെ യുവജന സമ്മേളനത്തിൻ്റെ ചെലവ്. ഈ 4 കോടി ആളുകളിൽ നിന്ന് ഇവരെ കാശൊന്നും പോണില്ല. സാധാരണക്കാരിൽ നിന്ന് പിരിവ് വാങ്ങി സമ്മേളനം നടത്തിയിട്ട് അതിൽ ഇംഗ്ലീഷിൽ ഖുത്ബ ഓതുന്ന ഒരാളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ശേഷം സുഹ്ബയും നടത്തിച്ചിട്ട് ആ കൊണ്ടുവന്ന ആള് നിങ്ങളുടെ ഭാഷയിൽ ബിദ്അത്തുകാരനാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ആള് ദജ്ജാലായി. കൊണ്ടുവന്നോലോ ഏറ്റവും വലിയ സ്വാലിഹും. എന്നിട്ട് പറയാ ഞങ്ങൾ അറിയുന്നത് തന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾ അത്തിബാഉൽ ഖുലൂബ് അല്ലേ? നിങ്ങളെക്കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞെന്തായിരുന്നു? അത്തിബാഉൽ ഖുലൂബാണ് ഞങ്ങൾ ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ്. അപ്പൊ ഇയാൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യണ്ടേ ഇയാൾ ആരാണെന്ന്? ഇംഗ്ലീഷിൽ ഖുത്ബ ഓതുന്ന ആളാന്ന് കൂടെ ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിയണ്ടേ? എന്ത് തിരിയാ നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ തിരിയാന്നല്ലാതെ ഏത് ലോകത്താ പേരോട് സഖാഫി ജീവിച്ചിരിക്കുന്നത്? എന്നോ ഒരു ഖുത്ബ നടത്തിയതല്ല. യൂട്യൂബിൽ യഹ്യ റോഡസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം ഓതുന്ന ഖുത്ബ എന്ന് പറയാൻ പറ്റൂല നിങ്ങളെ ഭാഷയിൽ, പ്രസംഗം അത് വരും. 1ഉം 2ഉം 100 ഒന്നും അല്ല. ഒരാളെ കൊണ്ടുവരും. ഒലാ തജസ്സസു, ചൂഴ്ന്ന് അന്വേഷിക്കരുത്. ദൗലിയാക്കളെ കാര്യം വരുമ്പോൾ നിങ്ങൾ എന്തിനാ എതിർക്കണത്? അവിടെ ഈ ആയത്ത് വരൂലേ? ചൂഴ്ന്ന് അന്വേഷിക്കരുത് എന്ന് നിങ്ങളെ ഇതിന് മാത്രമുള്ളതാ? ഒരു വലിയും ഒരു മഹാനും വന്നാൽ അവർക്കെതിരെ കുതിര കളിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞ് അവിടെ പോയി LCD വെച്ച് പ്രസംഗിക്കുമ്പോൾ അവിടെ വലാത്ത ജസ്സസുല്ലേ? കുറെ കാലമായി നിങ്ങൾ ആ പണി തുടങ്ങിയിട്ട് ഇനി നടക്കൂലത്. ഇത് അഹ്ലുസ് സുന്നയുടെ മശായിഖന്മാരുടെ നിയന്ത്രണത്തിൽ ആൺകുട്ടികൾ ഇറങ്ങിയ കാലമാണ്. അതല്ലേ വേങ്ങരയിൽ ഞങ്ങൾ പരസ്യമായി മുഖാമുഖം നടത്തിയിട്ട് ചോദ്യകർത്താവ് തന്നെ വന്നിട്ട് പറയാ, ഞാൻ അവരെ പരിപാടിക്ക് ചോദ്യം ചോദിച്ചപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് 4-5 പേരാണ് ഭീഷണിപ്പെടുത്തിയത്. അയാൾ പറഞ്ഞു ചീത്ത എനിക്കാ, ഈ എന്തിനാ പറയിപ്പിച്ചത്?
ഞാൻ പറയിപ്പിച്ചല്ല, അയാൾ പറയാ. നമ്മുടെ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കുന്നതിൻ്റെ രൂപവും ഭംഗിയും കണ്ട് അദ്ദേഹം അത് പ്രശംസിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം, എല്ലാം ഉഷാറായി. ഞാനിങ്ങനെ പോരുമ്പോൾ ഒരുത്തം വിളിക്കുക, അടുത്തത് അവിടെ ഇനി അതിന് വരാന്ന്. ഓരോന്നും നടക്കുമ്പോൾ ചോദിക്കണ്ട ചങ്ങായിമാരെ. എന്നിട്ട് ഇവിടെ നോക്ക്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാന്നോ? നിങ്ങൾ ഒരാളെ സുഹബക്ക് കൊണ്ടുവരുമ്പോ സുഹബക്കുള്ള പറ്റുമെന്ന് നോക്കണ്ടേ? SYSന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആള് മുബത്തദിയാണോ എന്ന് അന്വേഷിക്കണ്ടേ? പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് വരുമ്പോ അവിടൊക്കെ ഔലിയാന്ന് വിചാരിച്ച നിങ്ങള്. ട്രംപിനും വിലായത്ത് കൊടുക്കുന്ന ടീമാ. വിലായത്തില്ലാത്ത ആരും ഇല്ല അവിടെ. ഒന്ന് നോക്കിക്കൂടെ മൂപ്പർ ഏത് ഭാഷയിലാ ഖുത്ബ? എന്ത് സെറ്റപ്പ് അങ്ങക്കുള്ളത്? ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ വിവരമുള്ള ആള് പോലും ഇല്ല കൂട്ടത്തിൽ. ഹക്കീം അസരിക്ക് അറിയാതൊക്കെ. ഇയാളെ ജുമയിൽ വരെ പങ്കെടുത്തിട്ടുണ്ട് എന്നാ കേട്ടെ. മൂപ്പർക്ക് ഇംഗ്ലീഷ് അറബിയൊക്കെ കണക്കാം. അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു ആളുകളെ പറ്റിച്ചു. അതാണ് ദജ്ജാലൂൻ. പാവപ്പെട്ട സുന്നി പ്രവർത്തകർ ഇയാള് സുന്നിയാകുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്ന് നിങ്ങളെ ഭാഷയിൽ അദ്ദേഹം മുബത്തദിയാണ് എന്നിട്ട് പറയാ ഒരു മടിയുമില്ലാതെ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേന്നു. അറിഞ്ഞ സ്ഥിതിക്കുന്ന മാപ്പ് പറയോ? പ്രവർത്തകരെ വഹാബിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് തെറ്റിയിരിക്കുന്നു. ഹിക്മത്തുണ്ട്. എന്താണോ ആ ഹിക്മത്ത്? എവിടെ നിങ്ങൾ ആരോടാ കളിച്ചത്? മഹാനരായ ശംസുൽ ഉലമായി EK ഉസ്താദ് അവറുകൾ. അതിന്റെ ഫലമല്ലേ കാണുന്നത്? മാത്രമല്ല അയാൾ പറയാ അതിന്റെ പേരിൽ മസ്അല മാറ്റോ? മസ്അല മാറ്റി നിങ്ങള്. ന്യായീകരണം വഴിവിട്ടുപോയപ്പോ ഖുത്ബ പരിഭാഷ ചെയ്യുന്ന ആൾ മാറ്റി നിർത്തേണ്ട ബിദ്അത്തുകാരനല്ലെന്ന് നിങ്ങളിവിടെ പ്രഖ്യാപനം നടത്തി. നിങ്ങളുടെ മുഖാമുഖത്തിലൊക്കെ മറുപടി പറയുന്ന കൂട്ടു സഖാഫി പറഞ്ഞത് നിങ്ങൾ ഒന്ന് വെച്ചുകൊടുക്കുക. അദ്ദേഹം പറയട്ടെ. ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചോ എന്നതാണ് മറ്റു ചിലരുടെ വിഷയം. ഇനി അദ്ദേഹം അങ്ങനെ നിർവഹിച്ചാൽ തന്നെയും അദ്ദേഹത്തിനോട് തെർക്കുൽ മുവാലാത്ത് പാടില്ല എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇത് തുഹ്ഫ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. തുഖ്ബലു ഷഹാദത്തു കുല്ലി മുബ്തദിൻ, മുബ്തദിന്റെ സാക്ഷി, മുബ്തദി സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാൻ ഹുവ മൻ ഖാലഫ ഫിൽ അഖായിദി. ശരിക്കണം, കൂടത്തായിയെ പോലുള്ള ആളുകൾ നന്നായി ശ്രദ്ധിക്കണം. ആരോടാണ് തെർക്കുൽ മുവാലാത്ത് ചെയ്യേണ്ടത്? അത് ഫിഖ് കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോട് തെർക്കുൽ മുവാലാത്ത് നടത്തണം. അവരെ ഒന്നും സ്റ്റേജിൽ വിളിക്കാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ട് എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? മൻ ഖാലഫ ഫിൽ അഖായിദി, അഖായിദ് വിഷയത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ എതിരായ ആളുകളാണ് മാ അലൈഹി അഹ്ലുസുന്ന. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണോ ആ അഖീദയിൽ എതിരെ അഭിപ്രായമുള്ള ആളുകളാണ് മുബ്തദി എന്നറിയപ്പെടുന്നത്. മാത്രമല്ല മിമ്മാ കാന അലൈഹി അഹ്ലുസുന്ന മിമ്മാ കാന അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു, റസൂലുള്ളാഹിയും സഹാബത്തും ഒക്കെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണോ അതിനെതിരെയുള്ള ആളുകളാണ്. വമൻ ബഅദഹും വൽ മുറാദു ബിഹിം ഫിൽ അസ്മിനത്തിൽ മുതഅഖിറ. ശരിക്കും നോട്ട് ചെയ്ത് നോക്കണം. ഈ കാലത്ത് ആരാണ് അവർ അഹ്ലുസുന്ന എന്ന് പറയുന്നത്? ഇമാമഹ അബൂ ഹസനിൽ അശ്അരിയു വ അബൂ മൻസൂരിൽ മാതുരിദി. അബൂ മൻസൂറുൽ മാതുരിദി, അബൂ ഹസനിൽ അശ്അരി, ഈ രണ്ട് ഇമാമുകൾ എന്താ പറഞ്ഞു വരുന്നത്? ന്യായീകരണ. അതായത് മുജാഹിദുകൾ ചോദിച്ചിരുന്നവരോട് ഖുത്ബ പരിഭാഷ നടത്തുന്ന ആള് പുത്തൻവാദിയല്ലേ, അയാൾ എങ്ങനെ നിങ്ങളെ സ്റ്റേജിൽ ഇരുന്നത്? ഞങ്ങളെ ചോദ്യം അതുമല്ലോ. സ്റ്റേജിൽ ഇരിക്കാന്നുള്ള അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അയാളോടാ സഹവസിക്കണേ. അയാളൊരാളായിട്ട് ഇരുന്നതല്ല. സുഹബ എന്ന് പറഞ്ഞ വലിയ വലിയ മശായിഖന്മാർ ഇരുന്നോടത്ത് ഇരുത്തിയാളയാള്, ഉദ്ഘാടകനാണ് അയാള്. ഈ ന്യായമൊന്നും അങ്ങോട്ട് പോരുന്നില്ല. ഇത് ചോദ്യം എന്താ? നിങ്ങൾ കൊണ്ടുവന്ന ആള് മുബ്തദിയല്ലേ? അപ്പൊ ഇയാൾ വാദിക്കാണെന്ത്? മാറ്റി നിർത്തപ്പെടണം എന്ന് പറഞ്ഞ മുബ്തദിയെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ശരിക്കും മനസ്സിലാക്കണം. പോലെ ഏടത്തി വിശ്വാസപരമായ കാര്യങ്ങളിൽ പഴച്ചുപോയവരെയാണ്. കർമ്മപരമായ കാര്യങ്ങളിൽ പഴച്ചുപോയാൽ
അതത്ര പ്രശ്നമാക്കണ്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കയ്യും കാലുണ്ട് എന്നൊക്കെ ഒരു വഹാബി വാദിച്ചാൽ, അല്ലെങ്കിൽ മദ്ഹബ് പാടില്ല എന്നൊക്കെ വാദിച്ചാൽ അവനെയാണ് മാറ്റി നിർത്തേണ്ടത്. ഇതൊക്കെ എന്താ? ഇത് കർമ്മപരമായ പ്രശ്നങ്ങളല്ലേ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? നിങ്ങൾ തൊഹ്ഫ അങ്ങോട്ട് വായിക്കുക. എവിടെ എത്തി നിങ്ങൾ? മാറി മാറി എവിടെ എത്തി? എന്നിട്ട് അയാൾ പറയാണ് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഈ വിഷയം എന്ന്. അങ്ങോട്ട് കേട്ടോളൂ. എന്ന് പറഞ്ഞു വന്ന വഹാബികൾ അവർ സ്വയം ഇജ്തിഹാദിന്റെ പ്രവർത്തനം നടത്തിയതുകൊണ്ട് അവർ ഗവേഷണം ചെയ്ത് കിട്ടുന്ന നിയമങ്ങൾ ഇസ്ലാമിനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ബാധകമല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. അതേസമയം ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ച് ആ മദ്ഹബിൽ ഏതെങ്കിലും ദുർബലമായതാണെങ്കിൽ പോലും കർമ്മശാസ്ത്ര വിഷയത്തിൽ ഒരാൾ അംഗീകരിച്ച് ഒരു പ്രവർത്തനം ചെയ്തു. ഇനി കർമ്മശാസ്ത്ര വിഷയത്തിൽ അവര് ശരിയാണെന്ന് തോന്നിയ ഏതൊരു കാര്യം ചെയ്താൽ പോലും അവരെ നമ്മൾ ഈ പറഞ്ഞ തെർക്കുൽ മുബാലാത്ത് നടത്തുന്ന, വിളിക്കാൻ പാടില്ലാത്ത, സ്റ്റേജിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത, അവരുമായി സൗഹൃദം പാലിക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ഒരു വിഭാഗമായി അവരെ കണക്കാക്കില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്ന അഹ്ലുസുന്നയുടെ വക്താക്കളാണ്. അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളുമായുണ്ട്. ഖുത്ബയിൽ താബികൾ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചാൽ സ്വഹിയാകും എന്ന വാദം ഈ സംസ്ഥാനയുടെ പണ്ഡിതന്മാർക്കുണ്ട്. എന്നാൽ അവരെ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരാതിരിക്കുകയോ അവരുമായി തെർക്കുൽ മുബാലാത്ത് നടത്തുകയോ ചെയ്യാറില്ല. കാരണം അത് കർമ്മശാസ്ത്ര വിഷയത്തിൽ കർമ്മശാസ്ത്ര വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും മെയിൻറ്റ് ചെയ്യേണ്ടിയില്ല. നമ്മളിപ്പോ സംസ്ഥാനക്കാരെ വിളിക്കണില്ലേ, അതേപോലെ റോഡസിനെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. വിശ്വാസപരമായി വല്ലതുമുണ്ടെങ്കിൽ അവിടെ നോക്കേണ്ടതുള്ളൂ. നിങ്ങളതൊന്ന് ശരിക്കും പഠിപ്പിച്ചുതരാം. ഇതൊക്കെ പണ്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എവിടെ പോയിരിക്കുക? നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഒക്കെ ഉസ്താദായ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ്, ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ അഖായിദ് സുന്ന എന്ന ഗ്രന്ഥം, അതിൻ്റെ 23-ാമത്തെ പേജ് ഇങ്ങോട്ട് എടുക്കുക. 33-ാമത്തെ പേജ്. അതിൽ മൂപ്പര് ഇയാൾ വാദിച്ച ഈ ഇബാറത്തൊക്കെ കൊണ്ടുവരികയാണ്. ശരിക്കും പഠിച്ചോളി. ഏത് ഇബാറത്ത്? സുന്നത്ത് ജമാഅത്തിനെതിരായ മുബ്തദി എന്ന് പറഞ്ഞാൽ ആരാ? മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസുന്ന. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിനോട് എതിരായവർ. മിമ്മാ കാന അലൈഹി നബിയു വ അസ്ഹാബുഹു, റസൂലും സഹാബത്തുമുള്ള വഴി. അത് ഇക്കാലത്ത് ഇമാം അബുൽ ഹസനുൽ അശ്അരി തങ്ങളും അബൂ മൻസൂരിൽ മാതൂരിദി തങ്ങളും അവരുടെ വിശ്വാസം, അവരൊന്നിച്ച് തീരുമാനമെടുത്ത തീരുമാനം, അതിനെതിരിൽ പറയുന്നവനാണ് പിഴച്ചുപോയ പുത്തൻവാദി എന്ന് നെല്ലിക്കുത്തുസ്താദ് പറഞ്ഞതിൻ്റെ ശേഷം അങ്ങനെയുള്ള ബിദ്അത്തിന്റെ ഉദാഹരണം പറയാണ്. കേട്ടോ ഉദാഹരണം? കതഖ്തിഅത്തി ഇജ്മാഇ ഉമർ വമൻ മഅഹു മിനസ് സ്വഹാബ ഫി അദദി റകഅത്തി തറാവീഹ്. തറാവീഹിന്റെ റകഅത്ത് 8-ൽ കൂടുതലുണ്ട് എന്ന് വിശ്വസിക്കൽ തെറ്റാണ് എന്നൊരു പുത്തൻവാദി വാദിച്ചാൽ ആ വാദം ഇജ്മാഇനെതിരായി ഈ പറഞ്ഞ ബിദ്അത്തിൽ പെടുമെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറയാണ്. മനസ്സിലായില്ല? തറാവീഹ് വഹാബി എത്ര നിസ്കരിക്കല്? 8. ഇപ്പൊ തറാവി തന്നെ അല്ല എന്നുള്ളടത്ത് എത്തിയ പോട്ടെ, 8-ൽ കൂട്ടുക. സുന്നികളോ 20. അപ്പൊ നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്ന 20 സ്വഹാബത്ത് ഇജ്മാ ആയി നിസ്കരിച്ചു. ഇജ്മാ ആയി നിസ്കരിച്ച ഒരു സംഭവത്തെ, ആ വാദത്തെ തള്ളിയിട്ട് ഒരാളെ 8-ആക്കിയാൽ, 8ആണെന്ന് വിശ്വസിച്ച് ചെയ്താൽ അവൻ പഴച്ച മുബ്തദിയാണ്. അവനോട് ഒരു ബന്ധവും പാടില്ല. മനസ്സിലായോ? ഇനി അടുത്ത ഉദാഹരണം കേട്ടോ. മുമ്പ് വിചാരിച്ച അള്ളാഹ്ക്ക് കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഈ വഹാബിയാകുക. അടുത്തത് കേട്ടോ. വക റദ്ദി സ്വഹാബ ഫിൽ ഖുതുബത്തിൽ അറബിയ ഫിൽ ജുമുഅ മഅ കൗനിൽ മുസ്തമിഈന അജ്മീൻ. അനറബി ഭാഷ സംസാരിക്കുന്ന ആളുകളോട് അനറബി ഭാഷയിൽ ഖുതുബ ഓതണം എന്നൊരുത്തൻ വാദിച്ചാൽ അവൻ സ്വഹാബത്തിനെയും മുൻഗാമികളെയും ഇജ്മാഇനെയും തള്ളിയവനാണ്. അവൻ വിശ്വാസത്തിൽ തന്നെ പഴച്ച പുത്തൻവാദിയാണ്. അവനുമായി ബന്ധം പാടില്ല. കാരണം കേട്ടോ, ഖാല ഇബ്നു ഹജറുൽ ഹൈതമി
وغيره من المؤرخين والعلماء العظام أن اتباع السلف والخلف كون خطبة الجمعة بالعربية ജുമുഅ ഖുതുബ അറബിയാകണമെന്നത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബത്തും രണ്ട് ഇമാമിങ്ങൾ മാത്രമല്ല, മുൻഗാമികൾ ഒറ്റയടിക്ക് പറഞ്ഞതാണ്. അതിൽ തവാബി എന്ന വ്യത്യാസമല്ല. അങ്ങനത്തെ വിശ്വാസം തെറ്റാണെന്നും അനറബി ഭാഷയിൽ ഓതാമെന്ന് പറയുകയും ചെയ്തതോടെ അയാൾ പുത്തൻവാദിയാണ്, അയാളോട് ബന്ധം പാടില്ല എന്ന് മർക്കസിലെ മുദർരിസും നിങ്ങളുടെ മുശാവറ നേതാവുമായിരുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുകയാണ്. എന്തായി എഴുതുമ്പോ നോക്കണ്ടേ? നിങ്ങൾ വാദിച്ച എന്താണ്? നിങ്ങള് കുനൂത്ത് പോലുള്ളത്, കുനൂത്ത് ഹനഫി മദ്ഹബിൽ വേണ്ട, ഇവിടെ വേണമെന്നൊക്കെ ഉണ്ടാവും. എന്നാൽ അറബി ഭാഷയിൽ ഖുതുബയാകണം എന്നത് ഇജ്മാ ആണ് ഞങ്ങൾ പറഞ്ഞത്. പൊന്മള പറയട്ടെ, ഇജ്മാ 4 മദ്ഹബിലും അതാണ് എന്നാണ് ഞാൻ പറഞ്ഞു. വല്ലിബാദത്തു ബിദൂനി ശർത്തിഹാ ഫാസിദത്തുൻ ഹറാം. ഒരു ഇബാദത്ത്, അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ, ഏത് ഇബാദത്തായാലും ശരി, ഷർത്ത് കൂടാതെ ചെയ്താൽ അതിന് ഫസാദ് സംഭവിച്ചു, അത് ഹറാമും ആണ്. ഈ അടിസ്ഥാനത്തിൽ എല്ലാ മദ്ഹബിന്റെ ആളുകളും ഖുതുബ മറ്റൊരു ഭാഷയിൽ നിർവഹിക്കാം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഖുതുബ അറബിയിൽ തന്നെ ആകണം. മദ്ഹബിൽ ഇവിഷയമായി സ്വന്തം കൃതികൾ തന്നെ പിൽക്കാല മുതാഖിരീങ്ങളായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അത് രചിക്കാനുള്ള കാരണം അവരുടെ കിതാബുകളിൽ കാണുന്ന ചില പരാമർശങ്ങളെ പുത്തനാശയക്കാർ പൊക്കിപ്പിടിച്ചു. ഫലൗ ഖതബ ബിൽ ഫാർസിയത്തി ജാസ എന്നൊക്കെ പറയുമ്പോ ഫാഹിൽ ഖുതുബോദിയ ജായിസാവു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ 4 മദ്ഹബിലും ഇജ്മാആയി പറഞ്ഞതാണ് ഖുതുബ അറബിയിലാകണം എന്ന് നിങ്ങളാ പറഞ്ഞത്. അതാ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയുന്നത്. നിങ്ങളെ വാദമനുസരിച്ച് ഇജ്മാഇനെതിരെ ചെയ്ത ആളാണ് റോഡസ്. അതിൽ 2 ഇമാമും പെട്ടു, എല്ലാ ഇമാമും പെട്ടു. അദ്ദേഹം ചെയ്തത് ഈ ബിദ്അത്ത് തന്നെയാണെന്നാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും കാന്തപുരം എ പി ബക്കർ മുസ്ലിയാരും എഴുതി വച്ചത്. റോഡസ് വന്നപ്പോ നിലപാട് മാറ്റിയോ? ഉടുപ്പില്ലാതെ പറയാ, അത് കർമ്മപരമായ കാര്യല്ലേ? ഇജ്മാ ആയി സ്ഥിരപ്പെട്ട കാര്യം അതിനെതിരിൽ വരുമ്പോ ഈ ഇജ്മാഇനെതിരെ വിശ്വാസവും വാദവും കർമ്മവും വന്നാൽ അത് മാറ്റി നിർത്തേണ്ട ബിദ്അത്ത് തന്നെയല്ലേ? എവിടേക്കാണ് നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്?